പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കാലത്ത് എപ്പോഴും കണ്ടുപരിചയമുള്ള ഒരു സുഹൃത്ത് ഇപ്പോഴും ഞങ്ങൾ കുശലം പറയും. ഒരു ചെറിയ ഒരു പ്രസ്ഥാനവുമൊക്കെയായി നടക്കുന്ന ഒരു സുഹൃത്ത്. പുള്ളിക്ക് ഈ പാട്ടിൻ്റെ സൈഡിലോട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു. അത് റീറ്റെയിലായിട്ട് ഇപ്പോൾ അത് പല സ്ഥലങ്ങളിൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നു. അതെല്ലാവർക്കും ആവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ് പുള്ളിയുടെ. അത് തിരിച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ അതിനകത്ത് ക്രെഡിറ്റിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പോൾ പുള്ളി എന്നെ വന്ന് വിളിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളിനെ കാണുന്നത്. പുള്ളി പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ് കാര്യം? പുള്ളി എന്തോ എവിടെയൊക്കെ സപ്ലൈ ചെയ്തു. അവിടെ കണക്കില് പുള്ളിക്ക് വളരെ ക്ലിയറാണ്. പുള്ളി കൊടുത്തത് എത്രയാണ്, കിട്ടാനുള്ളത് എത്രയാണെന്നൊക്കെ വളരെ ക്ലിയറാണ്. അതേസമയം പുള്ളിയുടെ കസ്റ്റമർക്ക് തെറ്റിദ്ധാരണയാണ്. ഇവരുടെ കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ ഇയാൾ പറയുന്നു, എനിക്ക് പൂർണ്ണ ബോധ്യമാണ്, ഞാൻ പറഞ്ഞതാണ് ശരി, അവർക്ക് പെശക് പറ്റിയിരിക്കുന്നു, അവരെന്നെ കുറ്റം വിധിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്ന ഒരു വചനഭാഗം, ശത്രുക്കൾക്ക് നന്മ ചെയ്യുക. അവൻ നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മുറുമുറുപ്പില്ലാതെ അത് കൊടുക്കുക. അപ്രകാരം ചെയ്യുക വഴി നീ അവൻ്റെ തലയിൽ കനല് കൂട്ടും. ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക. അതൊരു വചനഭാഗം. പിന്നെ രണ്ടാമത് എൻ്റെ ഓർമ്മയിൽ വന്നത്, പെട്ടെന്ന് എനിക്ക് തോന്നിപ്പിച്ചത്, നീ ബോഷനെ തിരുത്താൻ ശ്രമിക്കേണ്ട. കാരണം അവൻ നിനക്ക് ഉപദ്രവം ചെയ്യും. ബോഷനെ തിരുത്താൻ ശ്രമിക്കേണ്ട. നിനക്ക് ആരെങ്കിലും തിരുത്തണമെങ്കിൽ അതൊരു നീതിമാനെയോ ഒരു ജ്ഞാനിയെയോ ഒക്കെ തിരുത്തിക്കോ. പക്ഷെ ബോഷനെ ഒരിക്കലും അവനെ തിരുത്താൻ ശ്രമിക്കരുത്. കാരണം നിന്റെ ഉപദേശം അവൻ ശ്രവിക്കുകയില്ല. അവൻ നിന്നെ പരിഹസിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ പൂർവികരെയും അവൻ പരിഹസിക്കും. അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട്, ഈ കസ്റ്റമർ ശരിയായ ബോഷനാണെങ്കിൽ അവനെ തിരുത്താൻ നീ ശ്രമിക്കണ്ട. നിനക്ക് ചെറിയൊരു നഷ്ടം വരികയാണെങ്കിൽ അതങ്ങോട്ട് സഹിച്ചേക്ക്. അത് കഴിഞ്ഞ് അപ്പോൾ ഈസ് ഓക്കെ, പുള്ളി വളരെ ഹാപ്പിയായി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വചന ഭാഗം സങ്കീർത്തനം 119:36 വാക്യം. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി മാറ്റണമേ.
ഉപകാരപ്രദമല്ലാത്ത എല്ലാത്തിൽ നിന്നും എൻ്റെ ചിന്തകളെയും കാഴ്ചകളെയും കേൾവികളെയും ഒക്കെ പിൻവലിച്ച് അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അതോടൊപ്പം തന്നെ ധനലാഭത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കാതെ, ധനലാഭത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാതെ നന്മ ചെയ്ത് ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഒരു ബിസിനസ്സിനായാലും ഒരു വ്യക്തി എന്ന രീതിയിലായാലും വളരെ ഉപകാരപ്രദമാണ്. അതായത് ധനമുണ്ടാക്കുക എന്ന ലക്ഷ്യം അല്ല, സമൂഹത്തിനും വ്യക്തികൾക്കുമൊക്കെ നന്മ ചെയ്ത് ജീവിക്കുക. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്രകാരം നന്മ ചെയ്ത് ജീവിക്കുന്നവൻ പുരോഗതി പ്രാപിക്കും. അതേസമയം വ്യർത്ഥമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. അതിലൊക്കെ ചുമ്മാ തലയിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. കർത്താവിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് അവൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കരുപ്പിടിപ്പിക്കാം. അവൻ തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു. വർഷിപ്പ്, വർഷിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless.